അവന്റെ പഠിത്തവും കളയാതെ അവന്റെ അഭിനയവും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോകണം. രണ്ടും ഇഷ്ടമാണ് അവന്. പിന്നെ അഭിനയിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാനുള്ള മടി. സ്കൂളിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുമല്ലോ. ഇതാകുമ്പോഴത്തേക്കിനും വേറെ പ്രശ്നങ്ങളില്ലല്ലോ അല്ലേ അമ്പാടി? നമ്മുടെ ചെറിയ പ്രായത്തിലെ നായകനാണ് ഈ ഇരിക്കണത് അല്ലേ? നായകന്റെ ഒരു അഹങ്കാരം. ചേച്ചിക്ക് ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു വിഷുവിനെ മിസ് ചെയ്യണത് ആരെയായിരിക്കും ചേച്ചി? ഫാമിലി, അമ്മ, അച്ഛൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണേട്ടനെ മിസ് ചെയ്യാറുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയി പോയല്ലോ അല്ലേ അമ്മച്ച? അല്ല, നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം. കുറെ നല്ല ഓർമ്മകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഇപ്പൊ ഒരുപാട് നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ നമ്മളത് ഓർക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സമയം വരുന്ന സമയത്ത് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് നല്ല സമയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഓർക്കാറുണ്ട്. അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട്, അമ്പാടിയും പറയാറുണ്ട്, നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. അത് നമ്മുടെ നല്ല എപ്പോഴും മെമ്മറീസ് ഒരിക്കലും ഇല്ല. നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോവില്ല. അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നല്ല ഓർമ്മകളാണെങ്കിലും പിന്നെ നല്ല ഓർമ്മകൾ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഓർക്കാറുണ്ട്. അത് ഞാനും ഓർക്കാറുണ്ടാവും ഉറപ്പായിട്ടും. അമ്പാടിയുടെ അച്ഛനും ഓർക്കാറുണ്ട്. അത് 100% ഉറപ്പാ. അത് ഉറപ്പല്ലേ, നമ്മളൊന്നും മറക്കില്ലല്ലോ. നമ്മള് ഓൺ ദ ടൈം നമ്മളത് ഹീൽ ചെയ്യെങ്കിലും മറന്നു പോകത്തില്ലല്ലോ എത്ര നാള് കഴിഞ്ഞാലും. നമ്മള് മുന്നത്തെ ഒരു 10 ഞാൻ പറഞ്ഞില്ല, എന്റെ എന്താ പറയാ ചെറുതിലുള്ള വിഷുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ഞാൻ പറഞ്ഞെങ്കില് അമ്പാടിയുടെ അച്ഛനും ഞാനും അമ്പാടിയും കൂടെ ഉള്ള ഒത്തിരി നല്ല കുറെ വിഷു ഞങ്ങൾ അജുമാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓർക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അതെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വല്ലപ്പോഴും ഓർക്കാൻ നല്ലതിന്. ഓക്കെ ചേച്ചി, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആൻസർ ആയിരുന്നു. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ റീല് ഒരിടക്ക് ഭയങ്കര തരംഗം സൃഷ്ടിച്ചായിരുന്നു. നമ്മുടെ ഈ ഒരു ആളുടെ മുഖം കാണിക്കാതുള്ള സംഭവമില്ലേ, ഞാനും ചേച്ചി വിചാരിച്ചു ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പേഴ്സണലി ചേച്ചിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾ പിന്നെയും ടുഗദർ ആയി വന്നതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് നമ്മുടെ ഞാൻ ആ ചെയ്തോണ്ട പഞ്ചായത്ത് ജട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കപ്പ് മാൻ ഉണ്ട്, കിച്ചു എന്നാ പേര്. കിച്ചുവിനോട് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിച്ചുവായിട്ട് നല്ല കൂട്ടാ. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ റീല് ചെയ്യാൻ കണ്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു റീല് ചെയ്യണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കിച്ചു മേക്കപ്പ് ചെയ്യാൻ കയറി വരുന്നത്. പോരെ അപ്പൊ എല്ലാരും ഉണ്ട്. സ്നേഹ ഉണ്ടായിരുന്നു അതിന്റെ പിന്നെ ഒരു ദിവസം. പിന്നെ മറ്റേ കൂടെയുള്ള നമ്മളോട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ഒക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിച്ചനെ വെച്ചിട്ട് പറഞ്ഞു ചെയ്തല്ലോ, മുഖം കാണിക്കണ്ട നമുക്ക്, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ വരുമെന്ന് നമുക്ക് അറിയായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചു ബാക്കിൽ നിന്ന് കണ്ടപ്പോ പെട്ടെന്ന് കണ്ണേട്ടനായിരിക്കും എന്ന് വിചാരിച്ചു. ആ റീല് കണ്ടപ്പോ കണ്ണനെ അറിയാവുന്നവർക്ക് പിന്നെ അറിയാം കണ്ണനല്ലാന്ന്. നമുക്ക് പിന്നെ ഒത്തിരി പേര് നിങ്ങൾ വീണ്ടും ഒന്നായോന്നൊക്കെ ശരിക്കും. അത് കഴിഞ്ഞാണ് അതിന്റെ ബിഹൈൻഡ് സീൻ എടുത്ത് വെച്ചിട്ട് അതിനുശേഷം ഞാൻ ഇത് കിച്ചുവിനെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇട്ടായിരുന്നത് അല്ലേ? അല്ലാതെ എന്തായാലും അങ്ങനെ വരുമല്ലോ. ഇപ്പൊ ഞാൻ ഒരാളുടെ കൂടെ ചുമ്മാ നിൽക്കുന്ന ഫോട്ടോയോ ഇത് വന്നാലും, നമ്മളിപ്പോ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും തനിച്ച് നിൽക്കുന്ന ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരായാലും ഒരാണിന്റെ കൂടെ ഒരു ഫോട്ടോ അല്ലെ വീഡിയോ വന്നു കഴിഞ്ഞത് ആണുങ്ങൾ പെണ്ണിന്റെ കൂടെ ഇട്ടാലും എങ്ങനെയാണെങ്കിലും അതൊരു എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് ആരാ കൂടെ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. നമുക്ക് അമ്പാടിക്ക് കണ്ണേട്ടൻ കൈനീട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു വിഷുവിന്? കൈനീട്ടൊക്കെ കിട്ടാറുണ്ടോ ചക്കര? കൈനീട്ടം കിട്ടാറുണ്ടല്ലേ? അതിപ്പോ കണ്ണന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്തും കണ്ണന്റെ അച്ഛനും അമ്മയും ഉണ്ട് അവിടെ. ഇപ്പൊ ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോവാനിരിക്കുക. അടിച്ചു വിളിക്കാൻ അവിടെ പോവാൻ ഇഷ്ടം. ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അപ്പൂപ്പനോടൊക്കെ പറയും ഇടയ്ക്കിടയ്ക്ക് കുടുക്കയിലിടാൻ വേണ്ടി പൈസ. കുടുക്കൊക്കെ ഉണ്ടാ? അടിപൊളി. 3ാം ക്ലാസ് തുടങ്ങിയതാ. 3 വയസ്സായപ്പോ വാങ്ങി കുടിക്കത്. ഇപ്പം 3 വർഷത്തിന് മേലെ പൊട്ടിക്കാതിരുന്നു. ഇങ്ങനെ മടക്കി ഇടുന്നത് നിറയാൻ വേണ്ടിട്ട്. ഇത് നോട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഇത് ഇച്ചിരി ഉണ്ടെന്നറിയാൻ അല്ലേ? ഞാൻ ശരിക്കും കുടിക്കൊക്കെ തുടങ്ങും. എനിക്കൊരു അനിയത്തി തന്നെ കേട്ടോ, ഓൾമോസ്റ്റ് ഈ സെയിം ഏജാ. അവള് കുടിക്കയിൽ കാശിട്ട് തുടങ്ങും. ബട്ട് ഒന്ന് കുരിക്കുമ്പോ ഒച്ച കേൾക്കണ രീതി ആകുമ്പോ അതങ്ങ് പൊട്ടിക്കും. പിന്നെ വെച്ചോണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓ കീയാ കീ പോയി പൊട്ടി. എന്നിട്ട് അത് ഫുള്ള് ഞാൻ അടച്ചിങ്ങനെ പ്ലാസ്റ്റിക് ചെയ്ത് സ്റ്റിക്കർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എടുക്കൂല കേട്ടോ.
നല്ല കുട്ടിയാ. എവിടെ വെച്ചേക്കുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ഒരു തവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയായിരുന്നു അല്ലേ. കൊച്ചെടുത്തോടാ. പക്ഷെ ഒരു കാര്യം പറയാം, സോപ്പ് ഇടാൻ കഴിയത്തില്ല. എന്താന്ന് സോപ്പ് ഇടാൻ പറ്റത്തില്ല. എടാ നീ കുടുക്ക പൊട്ടിച്ച് കഴിയുമ്പോ ചേച്ചിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമോ? വിഷുവൊക്കെ അല്ലേ അല്ലേ? വാങ്ങിച്ചു തരുമോ? ഓ ഇനി ചേച്ചി ഞാൻ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. അപ്പൊ ഇതുവരെ ചോദിച്ചോണ്ടിരുന്നൊന്നും പേഴ്സണൽ ആയിരുന്നില്ലേ? ഇത് ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആൻസർ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ, ഒരു വിഷയമില്ല. ഉറപ്പായിട്ടും ഞാൻ സ്കിപ്പ് അടിച്ചോളാന്ന്. ഇല്ല, എനിക്ക് ചേച്ചി കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ലൈക്ക് നിങ്ങളെ രണ്ടുപേരും ഫ്യൂച്ചറിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ അറിയില്ല. ബട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയണ കേൾക്കുമ്പോ ഭയങ്കര സ്വീറ്റ് അതറിയില്ല. അത് നമുക്ക് കാരണം ഇന്നിപ്പോ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ലാതെ സംഭവിച്ചതാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനും അമ്പാടിയും എറണാകുളത്ത് മാറി താമസിക്കുമെന്നോ ഞങ്ങള് തന്നെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇതുവരെ അറിയില്ല. നോക്കാം. അതെ. എനിക്ക് ഇവന്റെ ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആള് ഫുൾ ടൈം ഭയങ്കര മോനങ്ങനെ ഇപ്പോ കണ്ണന്റെ വീട്ടിൽ വിടുന്നുണ്ട്, പിന്നെ കണ്ണൻ വരുമ്പോ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അങ്ങനത്തെ ഇവനൊരു പ്രശ്നം വരത്തില്ല. ഞാനും കണ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ ഇവനെ അത് ബാധിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ സീരിയലൊക്കെ കണ്ടിട്ട് വിളിച്ചായിരുന്നോടാ അച്ഛൻ? അത് കണ്ണന്റെ ഒരു വീഡിയോയും മോന്റെ കണ്ണൻ ഒരു ആൽബം ചെയ്തിരുന്നു, ഒരു അഭിനയിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോ ഷൂട്ട് തുടങ്ങുന്ന അന്നാണ് അമ്പാടിയുടെ സീരിയല് ടെലികാസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവരറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അച്ചക്കുട്ടിയുടെ മറ്റൊരു ആൽബം ഇല്ലേ, ഒരു ആൽബം ഇറങ്ങിയില്ലേ, ഒരു ചേച്ചിയായിട്ട് ഒരു മനയിൽ ഷൂട്ട് ചെയ്തത്. അത് അന്നാണ് കൊച്ചിന്റെ ടെലികാസ്റ്റ് ചെയ്തത്. അതെ അതെ, കുറച്ചു നാളായി. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. മോന്റെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ ഒക്കെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആ വീഡിയോ റിലീസ് ആയപ്പോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതെ അതെ, അത് വഴക്ക് ഇടിയിലൊക്കെ കഴിഞ്ഞു. അത് കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോ നമുക്ക് തന്നെ മനസ്സിലാവും അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊരു സ്റ്റേജിൽ മനസ്സിലായി കഴിയുമ്പോ പിന്നെ അതങ്ങ് നിർത്തും. കാമായി പിന്നെ ശാന്തം. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഒരു സമയം എത്തുമ്പോ നമുക്ക് മനസ്സിലാവും. മനസ്സിലായി. ഇനി എന്താണുള്ളത് ചോദിക്കാൻ കേക്കട്ടെ. ശരിക്കും ചേച്ചിനോട് ചോദിക്കാറുണ്ടല്ലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയക്ക് ചേച്ചിയുടെ അടുത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ചേച്ചിയുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ പല പല വെറൈറ്റി കഥകളാ. ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇതൊക്കെ ചേച്ചി കാണാറുണ്ടോ? ഒക്കെ കാണാറുണ്ട്. അവർക്ക് പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ. ഇല്ല, ആൾക്കാർക്ക് ഇപ്പൊ എന്തും പറയാലോ. പല പല കഥകൾ. ഇപ്പം ഞാൻ ശരിക്കും വിചാരിച്ച ഒരാടിക്ക് ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എന്തോ അസുഖം. അത് പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ അമ്മമാർക്കൊക്കെ ഉള്ളത് സ്ട്രെസ് ഒക്കെ കൂടി കഴിയുമ്പോൾ ബാക്ക് മസിൽസ് ഡാമേജ് ആകുന്ന. അത് പക്ഷെ എനിക്ക് 3 വർഷത്തിന് ശേഷം വീണ്ടും അത് ട്രിഗർ ചെയ്തു. ഓ, അതാണ് 2 പ്രാവശ്യം വന്നു. അത് പക്ഷെ പിന്നീട് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മള് വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുമ്പോഴാണ് വീണ്ടും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും അത് ഓക്കെ ആയി. അതിങ്ങനെ ഒരുപാട് സ്ട്രെസ് വന്ന് കണ്ടിന്യൂസ് നമ്മൾ ഇങ്ങനെ സ്ട്രെസ്സിലാവുമ്പോ സംഭവിക്കുന്നത്. അത് വീണ്ടും അതൊരു വലിയ പ്രശ്നമല്ല. നോർമലി എല്ലാ അമ്മമാർക്കും വീട്ടിലുള്ളവർക്കൊക്കെ പുറംവേദനയാണ്, നീര് വെക്കുന്നു എന്നൊക്കെ പറയില്ലേ വീടുകളിലൊക്കെ. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ കുറെ റൂമേഴ്സ് കേൾക്കുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ട്രിഗേർഡ് ആവാറുണ്ടോ? ഇത് എന്തിനാ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണം? ഇല്ല, അങ്ങനത്തെ ഒരു വികാരമേ നമുക്കില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ ന്യൂസുകളും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉണ്ടായിരുന്നു ഒരു ടൈം വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരാഴ്ച ഉള്ളതേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്റ്റോറി വന്നു ഇപ്പൊ എന്നെ പറ്റിയിട്ട്, അതൊരു 5 ദിവസം അതങ്ങനെ പോവും. അപ്പൊ 6-ാമത്തെ ദിവസം വേറൊരാളെ പറ്റിയിട്ട് സ്റ്റോറി വരും. പിന്നെ 5 ദിവസത്തെ ഇതുള്ളത് മറന്നു കഴിഞ്ഞു, പിന്നെ അതിലേക്ക് പോവും. ഇതങ്ങനാണ്, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാത്തിനും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അത്ര അങ്ങനെ തോന്നുന്നതിന് മാത്രം എന്തെങ്കിലും പറയാറുള്ളൂ. പ്രതികരിക്കുമ്പോഴാണ് വീണ്ടും പ്രതികരിച്ചോണ്ടിരിക്കും തോറും വീണ്ടും 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 വരും. അവർക്ക് പറയാനുള്ള ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കരിയറിനുമായി ബന്ധപ്പെട്ട രീതിയിൽ അവർക്ക്
ഹെൽത്തി ആയിട്ടുള്ള കമന്റ്സുകൾ ചെയ്യാനും പറയുന്നതിനൊന്നും പ്രശ്നം വരില്ല, ആർക്കും ഇല്ല. അതൊക്കെ പറയാം. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് നമ്മളെ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇടരുതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തിനാണ് കൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ടത് എന്ന് ചോദിക്കോ? അന്ന് ഉറപ്പായിട്ടും അവർക്ക് ചോദിക്കാം. എല്ലാവർക്കും ഉണ്ടല്ലോ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് സഭ്യമായിട്ടുള്ള രീതിയിലായാൽ മതി, അതേ ഉള്ളൂ. അതല്ലാതെ അതിര് കവിഞ്ഞിടുന്ന സമയങ്ങളിലാണ് നമുക്ക് പലപ്പോഴും വിഷമം തോന്നുന്നത്. പല സമയത്തും നമ്മൾ കമന്റ് ഓഫ് ചെയ്തേണ്ടി വരുന്നത്. കാരണം പല സമയത്തും കമന്റ് ഓഫ് ചെയ്യുന്നത് വെറുതെ എന്തിനാണ് അവർക്ക് വഴക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. കമന്റ് ഓഫ് ചെയ്തേക്കാം. ഇനി നല്ല പിന്നെ എന്ത് ചെയ്താലും പണ്ടുള്ളവരും അറിയില്ല, അമ്മയെ തല്ലിയാലും 2 വിഭാഗം ഉണ്ടാവും. ആ അമ്മയെ തല്ലിയത് അവർക്കത് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അയ്യോ മോശം, അതുണ്ടാവും എന്തായാലും. അത് അതിന്റെ വഴിക്കങ്ങ് പോവും. ഒരുപാട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ ചേച്ചി, മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ചേച്ചിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ ചേച്ചിയുടെ ലൈഫിൽ ഒരു തിരിച്ചടി കിട്ടാനായിട്ട് ബിഗ് ബോസ് ആയിരുന്നു ഒരു മെയിൻ കാരണം എന്ന്? ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇത് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. അതിപ്പോ അതിനകത്ത് ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു, ഇപ്പൊ ഒരു ഫാമിലി ലൈഫിന്റെ കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്. അത് ഡയറക്ട്ലി ചോദിച്ചതേ ഉള്ളൂ, മനസ്സിലായി എനിക്ക്. അല്ല മോളെ, അത് 2 പേരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ വരുമ്പോഴാണ് അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. ചിലപ്പോ അത് നമ്മൾ പലരും ഒക്കെ ഇടപെട്ട് അത് സോൾവ് ആയി പോവാറുണ്ട്. ചിലത് അങ്ങനെ ആവാറില്ല. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചിലപ്പോ അങ്ങ് ആളി കത്തും. പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നും. പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പോൾ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും 2 പേരുടെ ഭാഗത്തു നിന്നും. പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഈ സെയിം ഇന്റർവ്യൂവിൽ ഞാൻ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തന്നെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ടോ ഒരാൾ നമ്മുടെ വേർപാടോ അല്ലെങ്കിൽ പിരിയുന്നത് ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ മുന്നേക്ക് പോവാൻ പറ്റണം. അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോഴായി പ്രശ്നം വരുന്നത്. ഇത് നമുക്ക് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്കാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടി. ഇപ്പൊ ഞാനെന്നല്ല, ഞാൻ എല്ലാവരുടെ കാര്യം പറഞ്ഞതാ. പുറത്തേക്ക് ഒന്ന് വന്നാ പിന്നെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ പുറത്തേക്ക് വരാൻ ടൈം എടുക്കും. ചില ആൾക്കാർ 1 മാസം കൊണ്ട് ഓക്കെ ആവുന്നവരുണ്ട്, ചില ആൾക്കാര് 2 വർഷം 3 വർഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ മെമ്മറീസ് ഒന്നും നമ്മൾക്ക് ഒരിക്കലും മരിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്നിങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുണ്ടാവും. ശരിക്കും എന്താ പറയുക, ഞാൻ ഇത് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് മൈൽ സ്റ്റോൺ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമ്മുടെ ആര്യ ചേച്ചി ഇവര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ മേജർ റോള് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനാണെന്ന് അവർ പറഞ്ഞായിരുന്നു. അല്ല, എന്റേത് ബിഗ് ബോസ് ഒരു മേജർ റോൾ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 2.5 മാസം 64 ദിവസം ഞങ്ങൾ തമ്മിൽ മാറി നിന്നു എന്നതാണ് അതിനകത്ത് ഒരു ഇത് വന്നത്. പക്ഷെ അതൊന്നും അല്ല പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിന്നോട്ടെ. അല്ല, ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത് അറിഞ്ഞാൽ മതി. അത് പബ്ലിക്കായിട്ട് ഞാനായാലും കണ്ണനായാലും പറയാൻ ആഗ്രഹിക്കാത്തത് അത് വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെ എനിക്കും പറയാം, കണ്ണനും പറയാം, 2 പേർക്ക് ഉണ്ടാവുമല്ലോ പറയാൻ ഒത്തിരി കാര്യങ്ങൾ. അത് വേണ്ടാന്നുള്ളത് ഞങ്ങൾ തമ്മിൽ ഡിസിഷൻ എടുത്തതാണ്. മോൻ വളർന്നു വരെയല്ലേ, ഞങ്ങൾ അവന്റെ കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ. അവന്റെ കാര്യം നോക്കി അവന് നല്ലൊരു അച്ഛനാണ് കണ്ണൻ, അവന് നല്ലൊരു അമ്മയാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ, അവന് ഹാപ്പിയാണ്. അവന്റെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവിടെ സിംഗിൾ മദേഴ്സ് ഉണ്ട്, അച്ഛന്റെ കൂടെ മാത്രം ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെ പോലെ ഒന്നുമല്ല. അമ്പാടി ഫാദേഴ്സ് ഡേ വരുമ്പോ അമ്പാടിക്ക് അവിടെ കാർഡ്സ് ചെയ്യുമ്പോ ഈ ഫോട്ടോ ഞാൻ കൊടുത്തു വിടും, പാസ്പോർട്ട് എടുത്തിട്ട് കണ്ണന്റെ. അങ്ങനെ അവൻ എവിടെയും ഒരു പ്രശ്നം വരരുത്. അവൻ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അത് പുള്ളി അങ്ങനെ തന്നെയാ. എന്തായാലും മോനെ വിളിക്കും, പറ്റുന്ന പോലെയൊക്കെ വീഡിയോ കോളിൽ ചെയ്ത് സംസാരിക്കും. അവന് ഫോണുണ്ട്, അവന്റെ ഫോണിൽ വിളിക്കും. ചിലപ്പം ഈ കളിയുടെ കൂടുന്നതുകൊണ്ട് ഫോൺ എടുക്കത്തില്ല, വേഗം കട്ടിയിട്ട് പോകും. അതിപ്പോ എന്റെ അടുത്തുനിന്ന് ഷൂട്ടിങ്ങിന് ആളിവൻ പോയാലും കിട്ടാൻ വലിയ പാടല്ല. അതിനില് വലിയ നടനായി പോകും. ഇവിടുന്ന് പോയാ കഴിഞ്ഞാ ജിജിയമ്മയൊക്കെ കൊണ്ടുപോകുന്നത് എനിക്ക് ഷൂട്ടല്ല എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ. അപ്പത്തേക്കിനും വിളിച്ചാ വരെയ പോലില്ല. പിന്നെ ആ ലോകത്തിലായി. പിന്നെ രാത്രിയിലൊക്കെ അമ്മ ഷൂട്ടിങ് ഉറക്കം വരുന്നത് സംഭവമാണ്. മിനി സ്ക്രീൻ ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നടി വീണ നായരുടെ വിവാഹമോചനം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വീണ നായരും ഭർത്താവ് സ്വാതി സുരേഷും, അതായത് RJ അമനും ഔദ്യോഗികമായി വിവാഹമോചിതരായത്.
കുടുംബ കോടതിയിലെത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത്. 2014 വീണ നായരും RJ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത്. ഇരുവർക്കും ഒരു മകനുണ്ട്. 2022 ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയത്. പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി 3 വർഷത്തിന് ശേഷമാണ് നിയമപരമായി ബന്ധം വേർപെടുത്തിയത്. ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടുപേർക്കും ഒപ്പം മാറി മാറി വളരുമെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിരുന്നു. എന്റെ മകൻ സന്തോഷവാനാണ്. അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല. കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട്. അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്കൊരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അത് അവൻ അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും. അതങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും. ബിഗ് ബോസ് ദാമ്പത്യത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വീണ നിഷേധിച്ചു. ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല ഒരു കുടുംബം. അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബിഗ് ബോസ് കാരണം തന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു. അതങ്ങനെയല്ല എന്നും വീണ പറയുന്നു. മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ. പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമകളിലും വീണ സജീവമായി. വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു.